ആദ്യ രാത്രി ഭാഗം 2. എൻ്റെ പ്രശ്നം. ആ പ്രായമേറിയ മനുഷ്യൻ ഫൈസലിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. ചേട്ടൻ ആ പ്രശ്നം പറ. മോനെ, എൻ്റെ പ്രശ്നം ഇന്ന് എല്ലാ അച്ഛനമ്മമാരും നേരിടുന്ന പ്രശ്നം തന്നെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ മകനും അവൻ്റെ ഭാര്യയ്ക്കും എന്നെ നോക്കാൻ പറ്റില്ല. എൻ്റെ സ്വത്തെല്ലാം അവർക്ക് വേണം. അപ്പോൾ ചേട്ടൻ എന്തിനാ ഇപ്പം ബംഗളൂരുവിലേക്ക് പോകുന്നത്? എൻ്റെ ഭാര്യയുടെ പേരിൽ കുറച്ച് സ്ഥലം ബംഗളൂരിലുണ്ട്. അത് മകൻ്റെ പേരിലേക്ക് മാറ്റാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഭാര്യയോ? അവളവിടെ ഉണ്ട്. അവൾക്ക് അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാനും കൂടി പോകുന്നത്. ചേട്ടനിപ്പോൾ മക്കൾക്ക് സ്വത്തെല്ലാം എഴുതി കൊടുത്താൽ അവൻ ചേട്ടനെയും ഭാര്യയെയും നന്നായി നോക്കുമെന്ന് എന്തുറപ്പാണ്? ഇപ്പോൾ തന്നെ അവനും അവൻ്റെ ഭാര്യയ്ക്കും ഞങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇത് കിട്ടിയാൽ ഒട്ടും നോക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ വയസ്സാങ്കാലത്ത് എവിടെ പോകും? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ എഴുതി കൊടുക്കണ്ട എന്നാണ്. മോനെ, നീ കരുതുന്ന പോലെ അല്ല. എഴുതി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പച്ചവെള്ളം തരില്ല എന്നാണ് അവർ പറഞ്ഞത്. ചേട്ടാ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ നിയമം വളരെ ശക്തമാണ്. ചേട്ടനൊരു പരാതി കൊടുത്താൽ അവർ പേടും. അതെല്ലാം ശരിയാണ്. പക്ഷെ മോനെ, സ്വന്തം മക്കളല്ലേ. മക്കളെ ജീവനതുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ പേരിൽ ഒരു പരാതിയും കൊടുക്കില്ല. അത് ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അതെല്ലാം പോട്ടെ, നീ നിൻ്റെ കഥയുടെ ബാക്കി പറ. നല്ല ഇൻട്രസ്റ്റ് ആണ് കേൾക്കാൻ. ഫൈസൽ വീണ്ടും ആ പഴയ ഓർമ്മകളിലേക്ക് പോയി. പ്രത്യേകിച്ച് ഈ 10ാം ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത് സെക്സിനോട് വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന കാലമാണല്ലോ. അതിൻ്റേതായ ഒത്തിരി ചീത്ത പേരും ഈ കാലഘട്ടത്തിൽ നേടി. അത് പറഞ്ഞതാണ് മോനെ. ഡിഗ്രി സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങിയ സമയത്താണ് അതുണ്ടായത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി പറയേണ്ടത്. എന്നാൽ ഡിഗ്രി സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങിയ സമയം, അന്നാണ് അതുണ്ടായത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് വണ്ടിക്ക് പോരാമെന്ന്. അപ്പോൾ അവന് നിഷാനയുടെ ഒപ്പം അവളെ മുട്ടി ഒരുമി വരണമെന്ന് പറഞ്ഞ് ബസ്സിലാക്കി. എന്നിട്ടിപ്പോൾ ബസ്സും കാണുന്നില്ല. ഡാ, നീ ഒന്ന് സമാധാനപ്പെട്ട് നിൽക്ക്. ഇപ്പോൾ തന്നെ ബസ് വരും. വരും. ഡാ അരുണേ, എൻ്റെ നിഷാന വരുന്നു. ഡാ, നീ ഇത് ഇന്ന് തന്നെ അവളുടെ അടുത്ത് പറയണം. കഴിഞ്ഞ തവണ ക്ലാസ് തുടങ്ങിയപ്പോൾ തുടങ്ങിയ പ്രണയമാണ്. ഡാ, ഞാനൊരിക്കൽ പറയും. പക്ഷെ ഇപ്പോൾ എനിക്ക് പറയാൻ പേടിയാണ്. എന്ത് പേടി? ഡാ, അവളെങ്ങാനും നോ പറഞ്ഞാലോ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ അങ്ങനെ പറയുമോ? പറയും. കാരണം എൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്നെ എല്ലാം ആര് പ്രേമിക്കാനാണ്? അങ്ങനെ അവൾ പറയും. അത് ശരിയാണ്. ഡാ അരുണേ, നമുക്ക് നന്നായാലോ? നീ നടക്കുന്ന കാര്യം വല്ലതും പറ. ഇനി എത്ര നന്നായെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകുന്നതാ നല്ലത്. അത് നീ പറഞ്ഞത് ശരിയാണ്. ഡാ ഫൈസലേ, അങ്ങോട്ട് നോക്കിയേ. ഡാ അരുണേ, നീ വന്നേ. ഫൈസലും അരുണും ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് ഓടി. അപ്പോഴേക്കും അവിടെ ആളുകൾ കൂടിയിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? ചെറിയൊരു അപകടം. എന്തപകടമാണ് എന്നല്ലേ? നിഷാനെ ഒരു ബൈക്ക് തട്ടി. അത് തന്നെ. ഫൈസൽ വന്ന വഴി ആ വണ്ടി ഓടിച്ച ആളുടെ കരണം നോക്കിയ ഒരു അടിയായിരുന്നു. നിനക്കെന്താടാ, കണ്ണ് കാണില്ലേ? അവൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ്. അതും പറഞ്ഞ് ഫൈസൽ അവൻ്റെ കൂളിംഗ് ഗ്ലാസ് കണ്ണിൽ നിന്നും വലിച്ചൂരി എറിഞ്ഞു. ഡാ അരുണേ, വണ്ടി വിളിക്കടാ. എന്തിനാടാ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോയും വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഫൈസൽ ഹോസ്പിറ്റലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഡാ ഫൈസലെ, നീ കുറച്ച് ഓവറാണ് കേട്ടോ. അവൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറ്റിയിട്ടില്ല. വീണപ്പോൾ കൈൻ്റെ തൊലി പോയി. അതിന് അവൻ അയാളെ പോയി തല്ലുന്നു, വണ്ടി വിളിക്കുന്നു, പിടിച്ച് വണ്ടിയിൽ കയറ്റുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. സീരിയസ് ആയി രോഗി കിടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. അതേടാ, ഞാൻ ഓവറാ. കുറച്ചല്ല, കുറച്ച് കൂടുതൽ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പോൾ എൻ്റെ ചങ്ക് പിടയ്ക്കും. ഡാ, ദേ അവൾ വരുന്നു. ഡാ, നീ അവളുടെ അടുത്ത് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കൂ. നിനക്ക് ചോദിച്ചൂടെ? ഞാൻ ചോദിച്ചാൽ ശരിയാവില്ല. നീ ചോദിച്ചാൽ മതി. നിഷാന ഫൈസലിൻ്റെ അരുണിൻ്റെ അടുത്തേക്ക് നടന്നെത്തി. പെങ്ങളെ എന്തേലും പറ്റിയോ? ഇല്ല. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി കോളേജിലേക്ക് പോയി. കോളേജിൻ്റെ അവിടെ എത്തി. ഡാ, ഇനി കയറുന്ന 1 അവർ കഴിഞ്ഞു. അത് കുഴപ്പമില്ല, നീ വാ. അങ്ങനെ അവർ അവരുടെ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു. പടച്ചോനെ, ഈ മുതൽ ഇവിടെയാണോ പഠിക്കുന്നത്? ഏത് മുതൽ? നീ അങ്ങോട്ട് നോക്ക്. അരുൺ ഫൈസൽ ചൂണ്ടിക്കാട്ടി അങ്ങോട്ടേക്ക് നോക്കി. ആ, ഇവനല്ലേ ഇന്ന് വണ്ടി ഇടിച്ചത്? അതെ. മോനെ ഫൈസലെ, നീ പെട്ടു. ഡാ, ഒന്ന് സൂക്ഷിച്ചോ. ഞാൻ എന്തിനാ പേടിക്കുന്നത്? അവൻ ആരായാലും എനിക്കെന്താ? അതും പറഞ്ഞ് ഫൈസൽ മുമ്പോട്ട് നടന്നു. അങ്ങനെ അവർ ആ ക്ലാസ്സിൻ്റെ മുമ്പിലെത്തി. ഡാ ഫൈസൽ, എന്താടാ? ഇവനെന്താ ഇവിടെ? ശരിയാണല്ലോ, ഇവനെന്താ ഈ ക്ലാസ്സിൽ? എന്തെങ്കിലും ആവട്ടെ, നീ വിളിക്ക്. എന്ത് വിളിക്കണം? ചേട്ടാ എന്ന് വിളിച്ചാൽ മതിയോ? ഡാ അരുണേ, നീ പൊട്ടനാണോ? ദേ ആ പെണ്ണ് ഇവിടെ നിൽക്കുന്നു. ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയും.
പുള്ളി ക്ലാസ് എടുക്കല്ലേ, അപ്പോൾ പുള്ളീനെ ചേട്ടൻ എന്നാണോ വിളിക്കുന്നത്? സാറെന്ന് വിളിക്ക്. എക്സ്ക്യൂസ് മീ സാർ. അരുൺ വിളിച്ചു. അയാൾ അവരുടെ അടുത്തേക്ക് വന്നു. എന്താ വേണ്ടത്? ഞങ്ങൾ ഈ ക്ലാസ്സിലെയാണ്. അതിന്? ക്ലാസ്സിൽ കയറിക്കോട്ടെ. ഇയാളെന്ന റോഡിൽ വെച്ച് കാണിച്ച ഷോയ്ക്ക് മാപ്പ് പറഞ്ഞതിന് ശേഷം 3 പേരും ക്ലാസ്സിൽ കയറിയാൽ മതി. ഞാൻ മാപ്പ് പറഞ്ഞത് തന്നെ. എന്നാൽ 3 പേരും ക്ലാസ്സിൽ കയറില്ല. സാർ, അവൻ മാപ്പ് പറയാത്തതിന് ഞങ്ങൾ എന്ത് പിഴച്ചു? നാണമില്ലല്ലോ. ഡാ, നീ വരുന്നുണ്ടെങ്കിൽ വാ, അടുത്ത പീരീഡ് കയറാം. ഇതിലും നല്ല ക്ലാസ് ആയിരിക്കും അനില മിസ്സിൻ്റെ ക്ലാസ്. അപ്പോൾ മക്കൾ ചെല്ല്, എനിക്കിവിടെ ക്ലാസ് എടുക്കണം. ഞങ്ങൾ പോയിക്കോളാം. പക്ഷെ ഇവളോ? താൻ മാപ്പ് പറഞ്ഞിട്ട് 3 പേരും ക്ലാസ്സിൽ കയറിയാൽ മതി. അത് പറ്റില്ല സാറേ. സാറിൻ്റെ വണ്ടി തട്ടിയിട്ടാണ് ഇവൾ വീണത്. എന്നെ ഇവനെ മാപ്പ് പറഞ്ഞിട്ട് കയറ്റിയാൽ മതി. പക്ഷെ ഇവളെ സാർ ക്ലാസ്സിൽ കയറ്റണം. കയറ്റിയാലേ പറ്റത്തുള്ളൂ. പറ്റില്ല. നീ പറയുന്നത് കേൾക്കാൻ നിൻ്റെ തന്ത ഒന്നും അല്ലല്ലോ എനിക്ക് ശമ്പളം തരുന്നത്. സാർ നൈസായിട്ട് തന്തയ്ക്ക് വിളിച്ചതാണല്ലേ? അതിനുള്ളത് ഞാൻ തരാം. അതും പറഞ്ഞ് ഫൈസൽ നിഷാനയുടെ നേരെ തിരിഞ്ഞു. താൻ ധൈര്യമായിട്ട് ക്ലാസ്സിൽ കയറിക്കോ, ആരും തടയില്ല. നിഷാന ഫൈസലിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, എന്നിട്ട് ക്ലാസ്സിലേക്ക് നടന്നു. സാറേ, അവൾ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കും. ഇതിൻ്റെ പേരിൽ അവളെ എന്തെങ്കിലും ചെയ്താൽ സാർ ഈ ഫൈസൽ ആരാ എന്ന് ശരിക്കും അറിയും. സാർ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉപ്പാക്ക് വിളിച്ചതിന് ഞാൻ തരാം. അതും പറഞ്ഞ് ഫൈസലും അരുണും അവിടെ നിന്നും പോയി. നിഷാന ക്ലാസ്സിലിരുന്ന് ഫൈസലിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാറിൻ്റെ മുഖത്തൊരു ചെറിയ പേടിയെല്ലാം കാണാം. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞ് ബ്രേക്ക് ടൈമിൽ കോളേജ് ഗ്രൗണ്ടിൽ. സാറേ. എന്താ? നമ്മൾ തമ്മിലൊരു കടം ബാക്കിയില്ലേ? എന്ത് കടം? സാറപ്പോൾ മറന്നോ? ഓ, മാപ്പാണോ? അത് പറയണ്ട. നിങ്ങൾ നാളെ മുതൽ ക്ലാസ്സിൽ കയറിക്കോ. അയ്യോ, മാപ്പല്ല. അത് ഞാൻ പറയാനും പോകുന്നില്ല. പിന്നെ സാർ ഇന്ന് രാവിലെ നൈസായിട്ട് എൻ്റെ ഉപ്പാക്ക് വിളിച്ചില്ലേ? അതൊന്നും തന്നില്ലെങ്കിൽ മോശമല്ലേ? ഡോ ഫൈസലേ, സോറി. രാവിലെ ആ ദേഷ്യത്തിന് അപ്പോൾ പഞ്ചിലങ്ങനെ പറഞ്ഞു പോയതാ. സോറി. എന്തായാലും ഈ തവണത്തേക്ക് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. സാർ പൊയ്ക്കോ. അങ്ങനെ ആ സാർ അവിടെ നിന്ന് പോയി. ഫൈസൽ അവിടെ തന്നെ അങ്ങനെ നിന്നു. ഫൈസൽ. അപ്പോഴാണ് പുറകിൽ നിന്ന് ആ വിളി വന്നത്. ഫൈസൽ ആ വിളി വന്ന സ്ഥലത്തേക്ക് നോക്കി. എന്താ ആര്യ? അരുൺ എവിടെ? അവൻ അവിടെ എവിടെ ഉണ്ട്. താനെന്തിനാ അവനെ അന്വേഷിച്ചത്? ചുമ്മാ. ഓ, എനിക്ക് ഫൈസലിനോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അത് പിന്നെ എന്തായാലും പറഞ്ഞോ. അങ്ങനെ അവർ 2 പേരും കൂടി സംസാരിക്കാൻ തുടങ്ങി. ഇവൾക്കെന്ത് ഇവനോട് സംസാരിക്കാനുള്ളത്? അങ്ങനെ ഇപ്പോൾ സംസാരിപ്പിക്കാം. പെൺകോന്തൻ, ഒരു പെണ്ണിനെ കാണാൻ നിൽക്കുക ഒലിപ്പിക്കാൻ. നിഷാന അങ്ങനെ ഓരോന്നും മനസ്സിൽ പറഞ്ഞു. നിഷാന അവിടേക്ക് നടന്നു. ഫൈസൽ തിരിഞ്ഞു നോക്കി. ഇവളിപ്പോൾ എന്തിനാവോ എന്നെ വിളിച്ചത്? അയ്യോ, ഇവളായിട്ട് സംസാരിക്കുന്നതിന് ഇവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഭാവിയിൽ അത് ദോഷമാണല്ലോ. ഫൈസൽ അങ്ങനെ ഓരോന്നും മനസ്സിൽ പിറുപിറുത്തു. ആര്യ, നമുക്ക് പിന്നെ സംസാരിക്കാം. അതും പറഞ്ഞ് ഫൈസൽ ആര്യയുടെ അടുത്ത് നിന്ന് നിഷാനയുടെ അടുത്തേക്ക് നടന്നു. ഫൈസൽ. തിരിഞ്ഞു നടന്ന ഫൈസലിനെ ആര്യ പുറകിൽ നിന്നും വിളിച്ചു. നമുക്ക് പിന്നെ സംസാരിക്കാം. അതും പറഞ്ഞ് ഫൈസൽ മുമ്പോട്ട് നടന്നു. അങ്ങനെ ഫൈസൽ നിഷാനയുടെ അടുത്തെത്തി. എന്തിനാടോ വിളിച്ചത്?